നിങ്ങൾ ഈശോയെ തെറ്റിദ്ധരിക്കരുത്. പിതാവായ ദൈവത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്നേഹം മാത്രമാണ് ഈശോ. എനിക്കറിയുന്ന, ഞാൻ അനുഭവിച്ച ദൈവം പാപമൂലം ഓടി ഒളിച്ച മനുഷ്യൻ്റെ അരികിലേക്ക് സ്നേഹമൂലം തേടി വന്ന ഒരപ്പനാണ്. അത് പുതിയ നിയമത്തിൽ തുടങ്ങിയതല്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിലെ ആദം പാപമൂലം ഭയപ്പെട്ട് മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്ന ആദം, ആ ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്നുപോലും നോക്കാൻ പറ്റാതിരുന്ന സമയത്ത് അവൻ എത്രത്തോളം പാപമൂലം ഓടി ഒളിച്ചോ അത്രത്തോളം സ്നേഹമായി ചങ്കുപൊട്ടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിന്ന് നിങ്ങളോടും ചോദിക്കുക. ആദം, നീ എവിടെയാ? ആദം, നീ എവിടെയാ? ദൈവത്തിന് കാണാമായിരുന്നു പാപം ചെയ്ത കാര്യം. മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന കാര്യവും ദൈവം കണ്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ അപ്പൻ ചോദിച്ചത് നീ എവിടെയാണെന്ന്? നിനക്ക് എന്നോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം എവിടെയാ? നീയും ഞാനും തമ്മിലുള്ള ബന്ധം എവിടെയാ? പാപം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈശോയെ എന്ത് ഇഷ്ടമായിരുന്നു? നിങ്ങൾ ഓടി ചെല്ലത്തില്ല ഈശോപ്പാന്ന് വിളിച്ചോട്ട്? മാതാവിൻ്റെ മുഖത്തും ഈശോയുടെ മുഖത്തൊക്കെ ഉമ്മ കൊടുത്തുകൊണ്ട് മുതിർന്നവർക്ക് സ്തുതികൾ കൊടുക്കില്ലായിരുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു യാത്രയുടെ മധ്യത്തിൽ എപ്പോഴോ എവിടെയോ വെച്ച് നമ്മളെ പിടികൂടിയത് പാപമാണ്. ഇന്നലെ വരെയും സ്നേഹമായിരുന്ന ദൈവം ഇന്നിതാ ഭയപ്പെടുത്തുന്നവനായി മാറി. ആദം പറയുകയാണ്, അങ്ങയുടെ കാലച്ച ഞാൻ കേട്ടു, ഞാൻ ഓടി ഒളിച്ചിരിക്കുകയാണ്, ഞാൻ ഭയപ്പെട്ട് ഓടി ഒളിച്ചിരിക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം ഈ സ്നേഹം പിറകെ നടന്ന് വെളിപ്പെടുത്താൻ കൊതിക്കുന്നൊരു ദൈവത്തെയാണ് കാണുന്നത്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാകുന്ന പുതിയ നിയമത്തിൽ വെളിപാട് 4:2-4 പറയുകയാണ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എങ്കിലും നിനക്കെതിരെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിനക്ക് ആദ്യമേ ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ച് എന്ന് ചിന്തിച്ച് പശ്ചാത്തപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താണ് ആദ്യത്തെ പ്രവൃത്തി? ഒരു മനുഷ്യൻ പാപമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തെ എങ്ങനെയാണോ സ്നേഹിച്ചത് അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി ചെയ്തുപോയ പാപത്തെ ഓർത്ത് അനുതപിച്ച് പശ്ചാത്തപിച്ച് പാപമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ആയിത്തീരണമെന്ന് കർത്താവിൻ്റെ മനസ്സാണ്. 3 വർഷം ഈശോയുടെ കൂടെ നടന്ന പത്രോസ് ഈശോടൊപ്പം ഉണ്ട്, ഈശോടൊപ്പം ഉറങ്ങി, ഈശോടൊപ്പം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കേവലം ഒരു പെണ്ണിൻ്റെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറഞ്ഞു, ഈശോയെ ശപിച്ചു, ഈശോയെ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഈശോയെ വിട്ടുപോയി. പക്ഷെ ഈശോ തോറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 15 മുതലേ ഒരമ്മയെ പോലെ, നോക്കണേ മക്കളെ, ഒരമ്മയെ പോലെ കല്ലിൽ ചുട്ട അപ്പവും വറുത്ത മീനുമായി പത്രോസിന്റെ വരവും കാത്തിരുന്നിട്ട് ഇങ്ങനെ കടൽ തീരത്ത് നിൽക്കുന്ന സമയത്ത് ഈശോ ആദ്യം വിളിച്ചതിനേക്കാൾ അതിസുന്ദരമായൊരു വിളി വിളിച്ച്, കുഞ്ഞുങ്ങളെ, മോനെ മോളെ എന്ന് വിളിക്കുന്നു. കുഞ്ഞുങ്ങളെ. വല്ലതും കിട്ടിയടാ? ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചെന്ന് പത്രോസ് പറയുമ്പോൾ യോഹന്നാൻ തിരിച്ചറിഞ്ഞ് അത് കർത്താവാണ്. യോഹന്നാൻ നുകർന്നത് മുഴുവൻ അമ്മയുടെ സ്നേഹമായിരുന്നു. ഈശോ എവിടെ പോയിരുന്നാലും ഈശോയുടെ ചങ്കിൽ തല ചായ്ച്ചു വെക്കുമായിരുന്നു യോഹന്നാൻ. ഒരു കുഞ്ഞ് ഏറെ മണിക്കൂറുകൾ ചങ്കിനോട് ചാരിക്കിടക്കുന്നത് അമ്മയുടെ നെഞ്ചിലാണ്. യോഹന്നാൻ അനുഭവിച്ചത് മുഴുവൻ അമ്മയുടെ സ്നേഹമായിരുന്നു. അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് രണ്ടാമതൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി യേശുവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ചിന്തിച്ചിട്ട് കാണില്ല. ഇങ്ങനെ പിറകെ നടന്ന് സ്നേഹിക്കാൻ, ഇങ്ങനെ നാണം കെട്ട് സ്നേഹിക്കാൻ, ഒരു മടിയുമില്ലാതെ, മോളെ എനിക്ക് വേണമെടി നിന്നെ,
മോനെ എനിക്ക് നിന്നെ പിരിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ നടന്ന് സ്നേഹിക്കാൻ ഈശോയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് പത്രോസ് കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് പല വീഴ്ചകളിലൂടെ പോലും അനുഭവിച്ചു. ബൈബിളിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വീണുപോയ മനുഷ്യന്റെ പേരാ പത്രോസ്. പക്ഷെ വീഴുമ്പോഴെല്ലാം കരയുമായിരുന്നു, വീഴുമ്പോഴെല്ലാം ചങ്കുപൊട്ടുമായിരുന്നു. പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒടുവിൽ പത്രോസിന്റെ അരികിലേക്ക് വന്ന് പത്രോസിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് തള്ളി പറഞ്ഞോ എന്ന് ചോദിച്ചില്ല, ശപിച്ചോ എന്ന് ചോദിച്ചില്ല, നീ എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചില്ല. പഴയ പാപങ്ങളുടെ കണക്കുകൾ അക്കമിട്ട് നിരത്തി കാണിച്ച് കുറ്റബോധത്തിന്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാതെ പത്രോസിനോട് ചോദിച്ചൊരു ചോദ്യമാ, യോനായുടെ പുത്രനായ ശിമയോനെ, നീ മറ്റെല്ലാവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ. വീണ്ടും ചോദിച്ചു, വീണ്ടും പറഞ്ഞു. 3-ാമത്തെ ചോദ്യത്തിന്റെ മുമ്പിൽ പത്രോസ് തകർന്ന് ചങ്ക് പൊട്ടിയിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്കെല്ലാം അറിയാം. ഒരു പെണ്ണിന്റെ മുമ്പിൽ പതറിപ്പോയവൻ, ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ പതറിപ്പോയവൻ, പക്ഷെ നിനക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതേ ചോദ്യം. കുംഭസാരത്തിൽ പാപഭാരം ഇറക്കി വെച്ചവരും മനഃപൂർവ്വം പാപം മറച്ചു വെച്ചവരോട് കർത്താവ് ചങ്കു പൊട്ടിയിട്ട് വീണ്ടും നിന്നോട് ചോദിക്കുക, ആവർത്തിച്ച് ചോദിക്കുക, മോളെ, നീ എന്നെ സ്നേഹിക്കുന്നു? മറ്റെല്ലാവരേക്കാൾ അധികമായി സ്നേഹിക്കുന്നു? ഒരു ആത്മാവിന് വേണ്ടി, പാപത്തിന്റെ പടുകുഴിയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി യേശു ഏതറ്റം വരെയും പോകും. ഇനിയും നിങ്ങളുടെ മരണം വരെ ഈശോ പിറകെ നടക്കുന്ന നാണം കെട്ട്. ഈശോയുടെ ചങ്ക നിങ്ങൾ. ഈ ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ പിരിഞ്ഞാലും ഈശോയ്ക്ക് നിങ്ങളെ പിരിയാൻ കഴിയില്ല. കാരണം ഈശോയുടെ ചങ്കിന്റെ വിലയാണ് നമ്മുടെ ആത്മാവ്. ഈശോയുടെ ചങ്കിന്റെ വിലയാണ് നമ്മുടെ ജീവൻ. അതുകൊണ്ട് മക്കളെ, ഈ ഭൂമിയിൽ ആരൊക്കെ പിരിഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാതെ എൻ്റെ മോനെ, എൻ്റെ മോളെ എന്ന് വിളിച്ചിട്ട് നിന്റെ പിറകെ ഓടി വന്ന് കയ്യെത്തി പിടിക്കാൻ കൊതിക്കുന്ന ഒരപ്പനുണ്ടടാ നിനക്ക്. നിന്നെ കാത്തിരിക്കുന്ന ഒരപ്പനെ കളഞ്ഞുകൊണ്ട് പോകല്ലേടാ. അതുകൊണ്ട് നീ ഇന്നലെ കണ്ടൊരു ചെക്കന് വേണ്ടി, ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി ഇവനെ ഒറ്റ കൊടുക്കല്ലേ, തള്ളി പറയല്ലേ. ഇനിയെങ്കിലും നിന്റെ പഴയ പാവങ്ങളെ ഓർത്ത് നിന്നെ ഭാരപ്പെടുത്തുന്നവന്റെ പേരല്ല ഈശോ. നിന്റെ ഭാരം അകറ്റി നിന്റെ പഴയ പാവങ്ങൾ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിഞ്ഞു കളഞ്ഞിട്ട് ഈശോയുടെ കണ്ണെങ്ങനെയാണെന്നറിയോ നിന്നെ കാണുന്നത്? ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയുമായിട്ടാണ്.